എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ വലിയ പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ജിംബൈ പറഞ്ഞതുപോലെ കപ്പോൺ ടീമും ലൂഫിയാൻ ടീമും അവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ബിഗ് മോമിനെ തകർക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ടീമിൽ പലർക്കും കപ്പോണിനെ ഒട്ടും ഇഷ്ടവുമല്ല, വിശ്വാസവും ഇല്ല. അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഞാൻ റെഡി, നമുക്കിപ്പോൾ തന്നെ കപ്പോണിന്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കാം. അത് കേട്ട് നാമിയാൻ ടീമാണെങ്കിൽ വണ്ടർ അടിക്കുകയാണ്. യു ആർ അൺബിലീവബിൾ. നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് ഒറ്റയടിക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണോ? അവന്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലും ചുട്ടുകൊന്നവനാണ്. ചിലപ്പോ അവൻ നമ്മളെ പോലും കൊന്നുകളയാനായിട്ട് മടിക്കില്ല. എനിക്ക് അവനുമായിട്ട് ജോയിൻ ചെയ്യുന്നതിൽ യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് കുറച്ചു പേരാണെങ്കിൽ മാറി നിൽക്കുകയാണ്. പക്ഷെ ലൂഫി ആണെങ്കിൽ തീർത്ത് പറയും, നമുക്ക് ഏറ്റവും പ്രധാനം സാഞ്ചിയാണ്. സാഞ്ചിയെ തിരികെ കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായാലും ആ ബിഗ് മോമിനെ തകർക്കണം. അതിന് ഈ കപ്പോന്റെ സഹായം അത് നമുക്ക് കൂടിയേ തീരൂ. എന്തായാലും ജിംബൈ ആൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു മീറ്റിംഗിൽ നമുക്ക് പോയി പങ്കെടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് ടീമായി ഇരുന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവൻ കഷ്ടപ്പെട്ട് അവരെ കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ നാക്ക് നീണ്ടവനെ കാണിക്കും. അവനാണ് ആ ബോബിനെ ഷൂട്ട് ചെയ്ത് കൊന്നത്. ബോബിന്റെ നീക്കങ്ങളെല്ലാം തന്നെ അവൻ ദൂരെ നിന്ന് വാച്ച് ചെയ്തിരുന്നു. സോ കറക്റ്റ് സമയം നോക്കി അവൻ ഷൂട്ട് ചെയ്ത് ബോബിനെ തകർത്തു. ഈ നാക്ക് നീണ്ടവൻ നമ്മുടെ സാഞ്ചിയൻ ഫാമിലിയുടെ ബിഗ് ഫാനാണ്. അതുകൊണ്ടാണ് സാഞ്ചിയെ തകർക്കാൻ പോയ ബോബിനെ ഇവൻ തകർത്ത് കളഞ്ഞത്. ഈ ഗോട്ടി തലയനും നാക്ക് നീണ്ടവനും ഇപ്പൊ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക അത് മറ്റൊന്നുമല്ല, ജിംബൈ പറഞ്ഞ ആ ഒരു ഡീലിനെ കുറിച്ചാണ്. ആ നാക്ക് നീണ്ടവനാണെങ്കിൽ ജിംബൈയിൽ ഭയങ്കര വിശ്വാസമാണ്. അവൻ തീർത്തു പറയും, ഇത് ശരിക്കും നല്ലൊരു ഓഫറാണ്. ലൂഫിയാൻ ടീം നമ്മൾ കരുതും പോലെയല്ല, അവർക്ക് നല്ല പവറാണ്. അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ബിഗ് മോമിനെ തകർക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് മാത്രം കഴിവെന്ന് തോന്നുന്നില്ല. സോ അവരുടെ സഹായം അതും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈസി ആയിട്ട് അവളെ തകർക്കാം. അങ്ങനെ അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. കട്ട് ചെയ്താ ഇപ്പൊ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പാലസ് കാണിക്കും. അവിടെ എല്ലാവരും ചേർന്ന് ടീ പാർട്ടി പൊടിക്കാൻ ആവശ്യമായിട്ടുള്ള കേക്കും സ്നാക്സും ഡ്രിങ്ക്സും ഒക്കെ റെഡിയാക്കുകയാണ്. ഈ കാണുന്ന കപ്പട മീശക്കാരൻ ആളാണ് ബിഗ് മോമിന്റെ ഹെഡ് ഷെഫ്. ആള് പാട്ടൊക്കെ വെച്ച് കൊടുത്ത് അസിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്ത് ആ ജയന്റ് കേക്ക് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നമ്മുടെ പെപ്പോംസിനെ കാണിക്കും. അവനാണെങ്കിൽ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുകയാണ്. അതിന് ഡോക്ടേഴ്സും ടൺ പൈററ്റ്സും ഒക്കെ അവനെ തടഞ്ഞ് അവിടെ തന്നെ കിടത്തും. പെപ്പോംസ് ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കണം. ആ കപ്പോന്റെ പ്ലാൻ അതെനിക്ക് ബിഗ് മോമിനെ അറിയിക്കണം, അല്ലെങ്കിൽ അവൻ ബിഗ് മോമിനെ കൊന്നുകളയും. അതിനാ സൺ പൈററ്റ്സ് പറയും, നീ ഇപ്പോൾ റിസ്ക് എടുത്ത് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിന്റെ ബോഡിയിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാതെ നീ ഇപ്പോൾ അവിടേക്ക് പോയാൽ നിന്റെ സ്റ്റിച്ച് അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. വീണ്ടും ബ്ലീഡിങ് വന്നാൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ക്യൂർ ആവാനും സമയമെടുക്കും. ചിലപ്പോ അത് നിന്റെ ജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. നിനക്ക് മരണം പോലും സംഭവിക്കാം. തൽക്കാലം നീ ഇവിടെ അടങ്ങിക്കിടക്ക്. ആ കാര്യങ്ങള് മാസ്റ്റർ ജിംബൈ ബിഗ് മോമിനെ അറിയിക്കും. അതിനവൻ പറയും, അയ്യോ വേണ്ട, എനിക്ക് തന്നെ ഈ കാര്യം ബിഗ് മോമിനെ അറിയിക്കണം. ജിംബൈ ഈ സീക്രട്ട് അത് അറിഞ്ഞുവെന്ന് കപ്പോൺ മനസ്സിലാക്കിയ കപ്പോൺ ജിംബയെയും കൊന്നു തള്ളും. അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. സൺ പൈററ്റ്സിന് നന്നായിട്ട് അറിയാം ജിംബയും ലൂഫിയും ആ കപ്പോണും അവരെല്ലാം ഒറ്റക്കെട്ടായി ബിഗ് മോമിനെ തകർക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൺവിൻസ് ചെയ്ത് അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കും. പക്ഷെ പെപ്പോംസിനാണെങ്കിൽ ഭയങ്കര ഡൗട്ട്. അവനാണെങ്കിൽ വീണ്ടും അവരോട് കുത്തി ചോദിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയെയും സാഞ്ചിയെയും കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോ ആ കപ്പോൺ ടീമിന്റെ മാക്ഷന്റെ മുൻപിൽ എത്തിക്കഴിഞ്ഞു. ആ നാക്ക് നീണ്ടവൻ അവരെ രണ്ടുപേരെയും അകത്തേക്ക് ക്ഷണിക്കും. ഇവിടെ ചോപ്പറിനാണെങ്കിൽ യാതൊരു ടെൻഷനും ഇല്ല. അവൻ മിൽക്കൊക്കെ കുടിച്ച് കാഷ്വലായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. ഉടനെ ആ നാക്ക് നീട്ടിയവനാണെങ്കിൽ സാഞ്ചിയോടും ലൂഫിയോടും പറയും, നിങ്ങൾ രണ്ടുപേരും കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം മാത്രമേ മാസ്റ്റർ കപ്പോണിനെ കാണാൻ അകത്തേക്ക് വരാൻ പാടുള്ളൂ. അത് കേട്ട് വർഷങ്ങളായിട്ട് കുളിക്കാതിരുന്ന നമ്മുടെ ആശാമാര് അവർ സ്ട്രെയിറ്റ് ആയിട്ട് ബാത്റൂമിലേക്ക് കുളിക്കാൻ പോവാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവർ ഓരോരുത്തരായിട്ട് കുളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഷിഫോൺ ആണെങ്കിൽ അവളുടെ സിസ്റ്റർ ലോലയെ കുറിച്ച് ചോദിക്കും. അതിന് നാമിയാണെങ്കിൽ ലോലയെ കണ്ടതും തിക് ഫ്രണ്ട്സ് ആയതും അവസാനം സോള് നഷ്ടപ്പെട്ട അവളുടെ സോള് അത് തിരികെ പിടിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഷിഫോണും ലോലയും അവർ രണ്ടുപേരും ട്വിൻസ് ആണ്. ചെറുപ്പം മുതൽ അവരെല്ലാ കാര്യങ്ങളിലും ഒരുമിച്ചായിരുന്നു. പക്ഷെ ബിഗ് മോം തീരുമാനിച്ച കല്യാണം അത് വേണ്ടാന്ന് പറഞ്ഞ് ലോല ഇവിടുന്ന് ഓടിപ്പോയതിനു ശേഷം അവളോട് അടങ്ങാത്ത പകയാണ്. അത് നാമിയോട് തുറന്നു പറഞ്ഞതും നാമി ഒരു സെക്കൻഡ് ആലോചിക്കും. സ്വന്തം മകളെ അവളെ കൊന്നു കളയാനുള്ള അത്രയും കലി ബിഗ് മോമിന്റെ മനസ്സിലുണ്ട്.
ആക്ച്വലി ബിഗ് മോം ലോലയ്ക്ക് കണ്ടെത്തിയിരുന്നത് ആ ജയന്റുകളിൽ ഒരാളെയായിരുന്നു. ആ ജയന്റിനെ വിവാഹം കഴിച്ച അവളായിരിക്കും അവിടുത്തെ ക്വീൻ. മാത്രമല്ല അവർക്ക് നല്ലൊരു ടൈറ്റ് സെക്യൂരിറ്റി കൂടെ ബിഗ് മോമിന്റെ ഐലാൻഡിനുണ്ടാവും. ഐലാൻഡിനെ തകർക്കാൻ പിന്നീട് ആര് വിചാരിച്ചാലും സാധിക്കില്ല. ലോലയാണെങ്കിൽ ബിഗ് മോമിനെ പറ്റിച്ചു പോയതിനു ശേഷം അവള് നൈസായിട്ട് ഷിഫോണിനെ ലോലയ്ക്ക് പകരം ആ ജയന്റുമായിട്ട് വിവാഹം കഴിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവരത് ലോലയല്ല ഷിഫോണാണെന്ന് മനസ്സിലാക്കി കല്യാണത്തിൽ നിന്ന് പിൻവാങ്ങി. മാത്രമല്ല പിന്നീട് ബിഗ് മോമുമായിട്ട് ഒരു കാര്യത്തിന് പോലും അവര് സഹകരിച്ചിട്ടില്ല. ആ ഒരു കലിപ്പിലാണ് അവിടെയുള്ള നോർമൽ ആൾക്കാരെ ജയന്റ് ആക്കി മാറ്റി അവിടെ ജയന്റ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവൾ സീസറിന്റെ സഹായം തേടിയത്. പക്ഷെ സീസർ ആണെങ്കിൽ വർഷങ്ങളോളം അവളുടെ ക്യാഷ് വാങ്ങി അവളെ പറ്റിച്ചു. ഇപ്പോ അവളുടെ കയ്യിൽ തന്നെ സീസർ വന്ന് പെട്ടിരിക്കുകയാണ്. ഒരാഴ്ച കൊണ്ട് അവരത് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. കട്ട് ചെയ്ത ഷിഫോണ് അവൾ ഒരുപാട് വിഷമത്തിൽ പറയും. ലോല പോയതിനു ശേഷം അമ്മ ലോലയോടുള്ള ദേഷ്യം അത് എന്നിലൂടെയാണ് തീർത്തത്. ഓരോ തവണ എന്നെ കാണുമ്പോഴും അമ്മ എന്നെ തല്ലി മൃതപ്രാണയാക്കിയാണ് പുറത്തേക്ക് വിടാറ്. സത്യത്തില് ഞാൻ എന്നെ തന്നെ വെറുത്തുപോയി. ലോല അവള് ശരിക്കും ഭാഗ്യവതിയാണ്. അവള് ഈ കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പൊ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടാവും. ബിഗ് മോമിനെ എന്റെ ഹസ്ബൻഡ് കപ്പോംസ് ആള് കൊല്ലാൻ തീരുമാനിച്ചപ്പോ പോലും എനിക്ക് പ്രത്യേകിച്ച് യാതൊന്നും തോന്നിയിട്ടില്ല. ആരോ എവിടെയോ മരിക്കാൻ പോകുന്നു എന്നൊരു ഫീലാണ് എനിക്ക് ഉണ്ടായെന്ന് അവൾ പറയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ലൂഫിയും നമ്മുടെ ബ്രൂക്കും ആണെങ്കിൽ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യും. അതിന്റെ അകത്താണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അവര് 2 പാക്കറ്റ് പാലെടുത്ത് കുടിക്കും. അത് കുടിക്കേണ്ട താമസം ആഞ്ചി അടിച്ചു കൊഴിച്ച ആ ഒരു പല്ല് അത് താനേ മുളച്ചു വരും. ഇവിടെ ബ്രൂക്കിന്റെ തലയിലുണ്ടായ ആ ക്രാക്ക് അതങ്ങനെ പതിയെ ഹീലാവും. ലൂഫിക്കാണെങ്കിൽ കപ്പോംസിനെ കാണാൻ ഭയങ്കര ആവേശം. അതിനാ സെക്യൂരിറ്റി ഗാർഡ്സ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കപ്പോംസിനെ കാണണമെങ്കിൽ നമ്മുടെ ആൾക്കാർ വെൽ ഡ്രസ്ഡ് ആയിട്ട് വേണം അവിടേക്ക് പോവാൻ. സോ നമ്മുടെ ആൾക്കാർ ഇപ്പൊ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ഒന്നൊന്നായിട്ട് സെലക്ട് ചെയ്ത് ട്രയൽ നോക്കി ഗ്രൂംഡായി കപ്പോംസിനെ കാണാൻ പോവാൻ തയ്യാറാവും. ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ നാമയെ ഫേസ് ചെയ്യാൻ കഴിയാതെ അവൻ തല താഴ്ത്തി നിൽക്കും. മറ്റൊരു ഭാഗത്ത് ആ ബ്രൂലിയും തീവണ്ടി വില്ലനും അവർ രണ്ടുപേരും ചേർന്ന് പാവൻ ഷിഫോണിനെ അവളെ ഒരുപാട് കുറ്റപ്പെടുത്തും. യു ആർ അൺബിലീവബിൾ. നമ്മുടെ സ്വന്തം അമ്മയെ തന്നെയാണ് കൊല്ലാൻ വേണ്ടി നീ കൂട്ടു നിൽക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഈ പ്ലാൻ അതൊരിക്കലും സക്സസ് ആവില്ല. ബിഗ് മോമിനെ കൊല്ലാൻ ആരെ കൊണ്ടും പറ്റില്ല. അവൾ അത്രയും പവർഫുൾ ആണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ആൾക്കാരെല്ലാവരും റെഡി ആയിട്ട് ആ കപ്പോംസിനെ കാണാൻ മാൻഷനിലേക്ക് വരും. കപ്പോംസ് ആണെങ്കിൽ വെൽ ഡ്രസ്ഡില് ഒരു അടിപൊളി എൻട്രി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ആൾക്കാരോട് പറയും ഈ പാർട്ടിക്ക് ഇനി മുൻപിലുള്ളത് വെറും 3.5 മണിക്കൂർ മാത്രമാണ്. സോ തീരുമാനം വളരെ പെട്ടെന്നായിരിക്കണം. ഞങ്ങളോടൊപ്പം ടീമായിട്ട് നിന്ന് ആ ബിഗ് മോമിനെ കൊല്ലാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. ലൂഫി ആണെങ്കിൽ ആ കപ്പോംസിനെ തന്നെ ടെററായിട്ട് നോക്കുകയാണ്. അവന് കപ്പോംസ് അവൻ പെപ്പോംസിനോട് ചെയ്ത കാര്യം ഓർത്ത് ഒരുപാട് ദേഷ്യം വരും. കട്ട് ചെയ്താ ഇപ്പോ ബിഗ് മോമിന്റെ 4ാമത്തെ മകൻ അവനാണെങ്കിൽ ആ വലിയ ഗേറ്റിൽ തന്നെ ഒരു ദ്വാരമൊക്കെ ഇട്ട് വെയിറ്റ് ആയിട്ട് മാൻഷനിലേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.